വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ടൈമൊന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 4 സ്ലൈസ് ബ്രെഡാണ്. നമുക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച ബ്രെഡെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിലെടുത്ത 2 കപ്പ് പാല്, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമുള്ളത് കൊക്കോ പൗഡറാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ജെലാറ്റിനാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റേറിയൻ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചൈന ഗ്രാസ് കിട്ടുകയാണെങ്കിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 2 പാക്കറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ബ്രെഡെല്ലാം നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം. ഇതുപോലെ തന്നെയാണ് വേണ്ടത്. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഇതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1/2 ടീസ്പൂൺ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അത് റെഡിയാക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഓയിൽ തേച്ച് വെച്ച മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലെ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് കൊടുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം നന്നായി സെറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം.
പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും മേടിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജലാറ്റിൻ ഇല്ലെങ്കിലും നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് ഉണ്ടാക്കാം. സെയിം ടേസ്റ്റ് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.